ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് GA MAT 101 CSIT ബ്രാഞ്ചിലെ കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസിൻ്റെ 11ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. സോ എല്ലാവരും അടിപൊളിയായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ട് കറക്റ്റായിട്ട് നോട്ട്സൊക്കെ എഴുതി നന്നായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പഠിച്ച് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡിഫറൻഷിയേഷൻ. കാരണം നമുക്ക് 9 മാർക്ക് സെക്ഷനിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈ ഒരു ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഓക്കെ, എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ ചെയ്ത ഫംഗ്ഷൻ എല്ലാം ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ആ ഫംഗ്ഷനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രത്യേകത? നമ്മളിങ്ങനെ y = f(x) എന്ന് പറഞ്ഞ ഫോർമാറ്റിലുള്ള ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ശരിയാണല്ലോ. ഇനി ഈ ഒരു ഫോർമാറ്റിൽ അല്ലാണ്ട് ഫംഗ്ഷൻസ് നമുക്ക് തരാൻ പറ്റും. ഇപ്പോൾ ഈ ഫോർമാറ്റിൽ അല്ലാണ്ട് തരുന്ന ഫംഗ്ഷനെയാണ് ഏത് പേരിട്ട് വിളിക്കുക? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെ എന്തായിരിക്കും വിളിക്കുക? y = f(x) ആണെങ്കിൽ നമ്മളതിനെ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. ഇപ്പോൾ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡിഫറൻഷിയേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡിഫറൻഷിയേഷൻ എങ്ങനെ ചെയ്യാം? അതായത് അതിനെ നമുക്ക് ഇങ്ങനെ y = f(x) എന്ന് കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y + sin of xy = 3. ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ സൈനിനുള്ളിൽ ഒരു xy ഉണ്ട്. അപ്പോൾ സിംഗിളി ഒരു y = എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിനെ മാറ്റാൻ പറ്റത്തില്ല. ശരിയല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെ നമുക്ക് y = f(x) എന്ന രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ കിട്ടിയാൽ അതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടുന്ന് dy/dx കണ്ടുപിടിക്കണമെങ്കിൽ ഒരൊറ്റ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ആ സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ: ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. എന്ത് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ചെയിൻ റൂൾ പ്രകാരം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരിക. എന്നിട്ട് അവിടുന്ന് dy/dx കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയിൻ റൂളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്? ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ ഈസ് എ പ്രോസസ് ഫോർ ഫൈൻഡിങ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ദാറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് എക്സ്പ്ലിസിറ്റ്ലി ആസ് y = f(x). y = f(x) എന്ന രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയാത്ത ഫംഗ്ഷൻസിനെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുകയും അത്തരത്തിലുള്ള ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടെത്തുന്ന പ്രോസസ്സിനെ ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ആ പ്രോസസ്സ് പ്രത്യേകിച്ചൊന്നുമില്ല, ഡിഫറൻഷിയേറ്റ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു x വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചെയിൻ റൂൾ എന്നത് തന്നെയാണ് ആ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. എന്താണ്? ഒരു y + sin of xy = 3. ഇതൊരു എങ്ങനെയുള്ള ഫംഗ്ഷനാണ്? ഇതൊരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ അല്ല, ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. വേറെ ഒരെണ്ണം നോക്കാം. x² + xy = 4. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ y = എന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു f(xy) = എ ഫംഗ്ഷൻ ഓഫ് x ആൻഡ് ഫംഗ്ഷൻ ഓഫ് y, അത് കമ്പൈൻ ചെയ്ത് വരുന്ന രീതിയിൽ =0 എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഫംഗ്ഷനെ ജനറലൈസ് ചെയ്ത് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു x ചെയ്താൽ മതി. ഓക്കെ, x കൊണ്ട് എന്ത് ചെയ്യാം? മൊത്തത്തിൽ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ x കൊണ്ട് ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് എന്തിലേക്ക് എത്താം? dy/dx നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആദ്യമേ തന്നെ നോക്കാം. ഫൈൻഡ് dy/dx if y + sin y = cos x. y + sin y = cos x ആണെങ്കിൽ അവിടുന്ന് dy/dx കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ജോലി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണ്? ഡിഫറൻഷിയേറ്റ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു x. എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? dy/dx വരും. പ്ലസ് സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? cos y. കഴിയുന്നില്ല, ഇൻസൈഡ് ഫംഗ്ഷൻ y ആണ്. വൈയുടെ ഡെറിവേറ്റീവ് ആരും കൂടെ വരും? dy/dx കൂടെ വരും. ഇത് എഴുതാൻ വിട്ടു പോകുന്നിടത്താണ് പലർക്കും മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും എന്ത് ചെയ്യരുത്? വിട്ടു പോകരുത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വൈയുടെ ഡെറിവേറ്റീവ് dy/dx വരുന്ന കാര്യം മറന്നു പോകരുത്. എങ്ങനെയാണ് dy/dx കൂടെ വരുന്നത്? കാരണം ഇത് വൈയിലുള്ള ഫംഗ്ഷനാണ്. സൈനിൻ്റെ ഡെറിവേറ്റീവ് ചെയിൻ റൂൾ പ്രകാരം ഏറ്റവും പുറത്തെ പെട്ടി തുറക്കണം അല്ലേ? പുറത്തുള്ളത് sin x ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് cos y ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ y ആണ്. വൈയുടെ ഡെറിവേറ്റീവ് dy/dx കാര്യം മറന്നു പോകരുത്.
ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്ത് പുറത്തെടുക്കാം? ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങോട്ട് ഔട്ട് സൈഡ് വന്നു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 1 പ്ലസ് കോസ് വൈ ഉണ്ട്. ശരിയാണല്ലോ? 1 പ്ലസ് കോസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. എന്ത് കിട്ടും? മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് വൈ എന്ന് കിട്ടും. ശരിയാണല്ലോ? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് വൈ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് 1 ബൈ 1 ആയിട്ട് ചെയ്തു വരാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ ചെയ്യേണ്ട ജോലി എന്താണ്? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? 2 ഇൻറ്റു എക്സിൻ ഡെറിവേറ്റീവ് 1 പ്ലസ് 3 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സിൻ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. ഓക്കെ ആണല്ലോ? സോ അവിടുന്ന് 3 ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 ഇപ്പുറം വരുമ്പോൾ -2 ആവും. അവിടെ നിന്ന് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. എന്താണ്? കോസ് എക്സ് -2 ഡിവൈഡഡ് ബൈ 3 ആണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. രണ്ടാമത്തെ ചോദ്യം. 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു സൈൻ വൈ എന്ന് പറയുന്നതാണ് നമ്മുടെ ചോദ്യം. എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക അല്ലേ? എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2 ഇൻറ്റു എക്സിൻ ഡെറിവേറ്റീവ് 1, 3 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ. കഴിയുന്നില്ല, വൈയുടെ ഡെറിവേറ്റീവ് ആരും കൂടെ വരും? ഡി വൈ ബൈ ഡി എക്സും കൂടെ വരും. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ 2 ഇൻറ്റു 1 ഇപ്പുറം എടുക്കാം, -2 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങോട്ട് ഔട്ട് സൈഡ് ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി എന്താണ് വരിക? 3 മൈനസ് കോസ് വൈ എന്ന് വരും. ശരിയാണല്ലോ? ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു -2. അവിടെ നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ 3 മൈനസ് കോസ് വൈ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എ എക്സ് പ്ലസ് ബി വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് വൈ എന്നതാണ് ചോദ്യം. എ എക്സ് പ്ലസ് ബി വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് വൈ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ്? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എ ഇൻറ്റു എക്സിൻ ഡെറിവേറ്റീവ് എന്താണ്? 1 പ്ലസ് ബി ഇൻറ്റു വൈ സ്ക്വയർ ഡെറിവേറ്റീവ് 2y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് മറന്നു പോരുത്, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ. വൈ ഉണ്ടെങ്കിൽ ആ വൈയുടെ ഡെറിവേറ്റീവും കൂടെ വരും. അപ്പോൾ കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എ പ്ലസ് 2by dy by dx is equal to minus sin y dy by dx എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. സോ ഈ സൈൻ ബൈ ഡി വൈ ബൈ ഡി എക്സ് ഇപ്പോൾ എടുക്കാം. അപ്പോൾ എന്ത് വരും? 2by dy by dx പ്ലസ് സൈൻ വൈ dy by dx ഇസ് ഈക്വൽ ടു പ്ലസ് എ അപ്പുറം പോയാൽ എന്ത് വരും? മൈനസ് എ വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പുറത്തെടുക്കാം? ഡി വൈ ബൈ ഡി എക്സ് ഔട്ട് സൈഡ് എടുക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി എന്താണ് വരിക? 2by പ്ലസ് സൈൻ വൈ എന്ന് വരും. ശരിയല്ലേ? ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എ. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം അല്ലേ? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ ഡിവൈഡഡ് ബൈ 2by പ്ലസ് സൈൻ വൈ. ശരിയാണല്ലോ? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ ഡിവൈഡഡ് ബൈ 2by പ്ലസ് സൈൻ വൈ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ. നാലാമത്തെ ചോദ്യം. എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് വൈ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുക. ഓക്കെ, ഇവിടെ എക്സും ഫംഗ്ഷനാണ്, വൈയും ഫംഗ്ഷനാണ്. രണ്ട് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആയിട്ട് വന്നാൽ എന്ത് ഉപയോഗിക്കണം? പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ശരിയല്ലേ? പ്രോഡക്റ്റ് റൂൾ പറഞ്ഞേ ഫസ്റ്റ് ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. അപ്പോൾ എക്സ് വൈയുടെ പരിപാടി കഴിഞ്ഞു. പ്ലസ് ഇനി പറഞ്ഞേ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2y ഇൻറ്റു ഇൻസൈഡ് ഫംഗ്ഷൻ വൈ ആണ്, വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? dy by dx. ഓക്കെ,
സോ അപ്പോൾ എന്താണ് വരിക, എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഒക്കെ ഒരുമിച്ചാക്കണേ. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഇവിടെ ഒരു 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലൊരു ലെഫ്റ്റ് സൈഡ് ഡി വൈ ബൈ ഡി എക്സ് ഒക്കെ ഒരുമിച്ചാക്കി. റൈറ്റ് സൈഡിലൊരു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, അതും കൂടെ ലെഫ്റ്റിലേക്ക് എടുക്കാം. മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ റൈറ്റ് സൈഡിൽ ഓൾറെഡി ഒരു 6² ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു y ഇൻറ്റു 1 ഉണ്ടായിരുന്നു, ആ y ഞാൻ ഇപ്പുറം എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എല്ലായിടത്തു നിന്നും എന്ത് പുറത്തെടുക്കാം, ഒരു ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ് വരിക, എക്സ് പ്ലസ് 2y മൈനസ് 1 ഇസ് ഈക്വൽ ടു sec² x മൈനസ് y എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു sec² x മൈനസ് y ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y മൈനസ് 1 എന്ന് കിട്ടും. ശരിയാണല്ലോ? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു sec² x മൈനസ് y ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y മൈനസ് 1 എന്നാണ് ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ചോദ്യം, x² പ്ലസ് xy പ്ലസ് y² ഇസ് ഈക്വൽ ടു 100 എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ആദ്യം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, x² ഡെറിവേറ്റീവ് 2x, ഇവിടെ എക്സും ഫംഗ്ഷൻ വൈയും ഫംഗ്ഷൻ, പ്രോഡക്റ്റ് റൂൾ എടുക്കണം. എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് y ഇൻറ്റു എക്സിൻ ഡെറിവേറ്റീവ് 1. ഓക്കെ, പ്ലസ് ഇനി പറഞ്ഞ y² ഡെറിവേറ്റീവ് 2y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 100ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0. ഓക്കെ, സോ ഇനി ഡി വൈ ബൈ ഡി എക്സ് ഒക്കെ ഒരുമിച്ചാക്കാം. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, പ്ലസ് ഒരു 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 2x ഇപ്പുറം എടുത്തു മൈനസ് 2x ആയി, y ഇൻറ്റു 1 y ആണ്, അത് ഇപ്പുറം എടുക്കും മൈനസ് y ആയി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി എന്താണ് വരിക, എക്സ് പ്ലസ് 2y ആണ് വരിക, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2x മൈനസ് y. ഓക്കെ, അവിടെ നിന്ന് ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ആയല്ലോ, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2x മൈനസ് y ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 6ാമത്തെ ചോദ്യം, x³ പ്ലസ് x² y പ്ലസ് xy² പ്ലസ് y³ ഇസ് ഈക്വൽ ടു 81 എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. പറഞ്ഞേ, x³ ഡെറിവേറ്റീവ് 3x². അടുത്ത പ്രോഡക്റ്റ് റൂൾ, x² ഫംഗ്ഷൻ വൈയും ഫംഗ്ഷൻ, ഫസ്റ്റ് ഇൻറ്റു x² ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു y ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് x² ഡെറിവേറ്റീവ് 2x പ്ലസ് ഇനി വീണ്ടും പ്രോഡക്റ്റ് റൂളാണ്, എക്സും y² ഫംഗ്ഷൻ, ഫസ്റ്റ് ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് y² ഡെറിവേറ്റീവ് 2y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് മറന്നു പോകരുത്, പ്ലസ് സെക്കൻഡ് y² ഇൻറ്റു എക്സിൻ ഡെറിവേറ്റീവ് 1. ഓക്കെ, പ്ലസ് y³ ഡെറിവേറ്റീവ് 3y² ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 81ന്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക, 0 ആണ് വരിക. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഉള്ളവരെയൊക്കെ ഞാൻ ലെഫ്റ്റിൽ ഇടുവാണ്. x² കൂടെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, അപ്പോൾ x² ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, പ്ലസ് ഒരു 2xy ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ഞാൻ അണ്ടർലൈൻ ചെയ്തു, ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ഇവിടെ ഒരു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ഇനി ഇവിടെയും ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട് അല്ലേ, പ്ലസ് 3y² ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത എല്ലാം ഇപ്പുറം കൊണ്ടുവരാം, മൈനസ് 3x², പിന്നെ ഒരു മൈനസ് 2xy, പിന്നെ ഒരു മൈനസ് y². ഓക്കെ ആണേ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡി വൈ ബൈ ഡി എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കുക അല്ലേ. ഡി വൈ ബൈ ഡി എക്സ് പുറത്ത് വന്നാൽ എന്താണ് വരിക, ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ബാക്കി വരുന്ന ആൾക്കാർ പറഞ്ഞ് x² ഉണ്ട്, 2xy ഉണ്ട്, 3y² ഉണ്ട്. ശരിയാണല്ലോ. ഡി വൈ ബൈ ഡി എക്സ് പുറത്ത് വന്നാൽ ഈ 3 പേരാണുള്ളത്, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 3x² മൈനസ് 2xy മൈനസ് y². ഇനി പറഞ്ഞേ, ദെർഫോർ ഫൈനൽ ആൻസർ വരും ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 3x² മൈനസ് 2xy മൈനസ് y² ഡിവൈഡഡ് ബൈ x² പ്ലസ് 2xy പ്ലസ് 3y². ഓക്കെ അല്ലേ. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം 6 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റായിട്ട് നോക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y² ഇസ് ഈക്വൽ ടു എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ 1 1 എന്നുള്ള പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക്
ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണല്ലോ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്. വേണേൽ വൈ ഈക്വൽ ടു റൂട്ട് എക്സ് എന്നൊക്കെ എഴുതി ചെയ്യാം. എന്നിട്ട് ഡിവൈഡ് ബൈ എക്സ് 1/2 റൂട്ട് എക്സ് എടുത്തിട്ട് എക്സിന് 1 കൊടുക്കുമ്പോൾ 1/2 റൂട്ട് 1 1/2 കിട്ടും ആൻസർ. ഓക്കെ, ഇനി ഇംപ്ലിസിറ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാം. കാരണം ഇതൊരു ഇംപ്ലിസിറ്റ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്ത് ചെയ്യുക? എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൈ സ്ക്വയർ ഡെറിവേറ്റീവ് 2y, വൈയുടെ ഡെറിവേറ്റീവ് ഡിവൈ ബൈ ഡി എക്സ്. ഓക്കെ ആണ്, ഈക്വൽ ടു എക്സിൻ ഡെറിവേറ്റീവ് 1. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടി? ഡിവൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2y. സോ ഇനി വൈ കോർഡിനേറ്റ് കൊടുത്താൽ മതി. എക്സ് കോർഡിനേറ്റ് ആണ് ഇവിടെ 1, വൈ കോർഡിനേറ്റും 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ y ഉള്ളത് കൊണ്ട് y കോർഡിനേറ്റ് കൊടുക്കുക. ഡിവൈ ബൈ ഡി എക്സ് അറ്റ് വൈ ഇസ് ഈക്വൽ ടു എന്താണ്? 1 അല്ലേ? അപ്പം 1/2 ഇൻറ്റു വൈക്ക് വരെ 1 കൊടുക്കുക. ആൻസർ എന്ത് വരും? 1/2 വരും. സോ ഇംപ്ലിസിറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ എങ്ങനെയും ചെയ്യാം. ഇപ്പോൾ യൂസിങ് ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞ് എടുത്ത് പറയുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ഇനി അല്ലാണ്ട് ഇങ്ങനെ തന്നെയാണ് ചോദ്യമെങ്കിൽ വേണമെങ്കിൽ എങ്ങനെയും ചെയ്യാം. നമുക്ക് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണ്, വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആക്കാം. ഡിവൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സിനാണ് വാല്യൂ കൊടുക്കേണ്ടത്. എക്സ് കോർഡിനേറ്റ് 1 ആണ് അല്ലേ? അപ്പോൾ ഡിവൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 നമുക്ക് കൊടുക്കാം. 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് 1 അല്ലേ? അപ്പോൾ 1/2 ഇൻറ്റു റൂട്ട് 1 ആണ്. ആൻസർ എന്ത് വരും? 1/2 വരും. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ 3 മാർക്കിന് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ തോമസ് കാൽക്കുലസ് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയുള്ളൂ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ സർക്കിൾ. സർക്കിളിൻ്റെ സ്ലോപ്പ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 അറ്റ് 3 - 4 എന്നാണ് ചോദ്യം. ഓക്കെ, എനിവേ സ്ലോപ്പ് ഡി വൈ ബൈ ഡി എക്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക, പോയിന്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ പരിപാടി. അപ്പം നേരിട്ട് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർമാറ്റ് അല്ല ക്വസ്റ്റ്യൻ അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അല്ലേ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y, വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്, 25 ഡെറിവേറ്റീവ് 0 അല്ലേ? ഇപ്പോൾ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2x ഇപ്പുറം വരും -2x, 2ഉം 2ഉം ക്യാൻസലായി. അവിടെ നമുക്ക് എന്ത് കിട്ടി? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, എക്സ് ഉണ്ട്, ഇവിടെ ഇപ്പുറത്തൊരു വൈ ഉണ്ടായിരുന്നു, വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആയിരുന്നു, വൈ നേരെ താഴെ ഇറക്കാം അല്ലേ? -x/y എന്ന് വരും. ഓക്കെ, ഇനി പോയിന്റ് കൊടുക്കാമല്ലോ. എക്സിന് പകരം 3ഉം കൊടുക്കുക, വൈക്ക് പകരം 4ഉം കൊടുക്കുക. പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3, വൈ ഈസ് ഈക്വൽ ടു -4. സോ -എക്സിന് പകരം 3 കൊടുത്തു, ഡിവൈഡഡ് ബൈ വൈക്ക് പകരം -4 കൊടുത്തു. മൈനസും ക്യാൻസലായി. ആൻസർ എന്ത് വരും? 3/4 വരും ആൻസർ. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് 3 മാർക്ക് സെഷനിലെ ഏറ്റവും പ്രഡിക്റ്റബിൾ വരുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകം നോക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഡിഫറൻഷിയേറ്റ് ദ ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഇംപ്ലിസിറ്റ്ലി. ഇപ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്, ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ടു ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഇംപ്ലിസിറ്റ്ലി തന്നെ ചെയ്യണം. ഇത് സോൾവ് ചെയ്ത് വൈ ഇസ് ഈക്വൽ ടു എന്നാക്കിയതിന് ശേഷം ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനല്ല, ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതൊന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇപ്പോൾ ഫ്രാക്ഷനൊക്കെ പലർക്കും ബുദ്ധിമുട്ടല്ലേ? പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ഇവിടെ കോൺസ്റ്റന്റ് ആണ് ഡിനോമിനേറ്റേഴ്സ്. എങ്കിലും ക്രോസ് ചെയ്ത് ഒന്ന് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് വരിക? ബി സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ബി സ്ക്വയർ. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ആർക്കും സംശയമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എ സ്ക്വയർ ബി സ്ക്വയർ ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? ബി സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ബി സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് എ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y. വൈയുടെ കാര്യം മറന്നുപോലെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. എ സ്ക്വയർ ബി സ്ക്വയർ കോൺസ്റ്റന്റ്, ഡെറിവേറ്റീവ് 0. ഓക്കെ ആണേ? സോ അവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2a സ്ക്വയർ വൈ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു -2b സ്ക്വയർ എക്സ് എന്നാണ് കിട്ടുന്നത് അല്ല? ഈ ടേം നമുക്ക് അപ്പുറത്തേക്ക് എടുക്കാം. അവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് എഴുതാലോ. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു
നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് -2b²x ആണ് ഡിവൈഡഡ് ബൈ ഈ എന്താണ് ഇവിടെ മൾട്ടിപ്ലൈഡ് ആയിട്ടുള്ള 2a²y താഴേക്ക് വരും അല്ലേ. അപ്പോൾ ഡിവൈഡഡ് ബൈ 2a²y എന്നാണ് വരിക. 2 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണ് വരിക? -b²x ഡിവൈഡഡ് ബൈ a²y എന്നാണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. sin of xy is equal to x plus y. ഫൈൻഡ് dy by dx എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? dy by dx ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇംപ്ലിസിറ്റ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. പുറത്തുള്ള ഫംഗ്ഷൻ സൈൻ ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് വൈ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇൻസൈഡ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇൻസൈഡ് പ്രോഡക്റ്റ് റൂൾ ആണ്. എക്സും ഫംഗ്ഷൻ വൈയും ഫംഗ്ഷൻ അല്ലേ. പ്രോഡക്റ്റ് റൂൾ എടുത്തേ. എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy by dx പ്ലസ് സെക്കൻഡ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ അത് കഴിഞ്ഞു. ഇസ് ഈക്വൽ ടു ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? dy by dx. ഓക്കെ ആണല്ലോ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ dy by dx പ്ലസ് വൈ ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1 പ്ലസ് dy by dx. dy by dx ഒരുമിച്ചാക്കാം അല്ലേ. അപ്പോൾ dy by dx ലെഫ്റ്റിലേക്ക് എടുക്കാം. എക്സ് ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ dy by dx മൈനസ് dy by dx അല്ലേ. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള dy by dx ലെഫ്റ്റിലേക്ക് എടുത്തു. 1 മൈനസ് വൈ കോസ് എക്സ് വൈ ഇപ്പോൾ എടുക്കാം. 1 മൈനസ് വൈ കോസ് ഓഫ് എക്സ് വൈ. ഓക്കെ. ഇപ്പോൾ dy by dx ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും? dy by dx ഇൻറ്റു എക്സ് ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ മൈനസ് 1 എന്ന് വരും. ശരിയാണല്ലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് മുകളിലുള്ള ആളെ തന്നെ തിരിച്ച് കിട്ടുന്നുണ്ട്. ഇസ് ഈക്വൽ ടു 1 മൈനസ് വൈ കോസ് ഓഫ് എക്സ് വൈ. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഈ dy by dx എടുക്കണമെങ്കിൽ ഈ ടേം ഇപ്പുറം കൊണ്ട് ഹരിച്ചാൽ പോരെ. Therefore dy by dx is equal to 1 minus y cos of xy divided by എന്ത് വരും? x into cos of xy minus 1 എന്ന് വരും അല്ലേ. 1 minus y cos of xy divided by x into cos of xy minus 1 എന്നാണ് ആൻസർ വരും. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയുള്ളൂ. നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. d²y by dx² ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ള ഫംഗ്ഷൻ നോക്കുക. 2x³ മൈനസ് 3y² ഇസ് ഈക്വൽ ടു 8 ആണ്. ഓക്കെ ആണേ. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2 ഇൻറ്റു x³ ഡെറിവേറ്റീവ് 3x² മൈനസ് 3 ഇൻറ്റു y² ഡെറിവേറ്റീവ് 2y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy by dx മറന്നു പോകരുത് ഈക്വൽ ടു 8 ഡെറിവേറ്റീവ് 0. ഓക്കെ. ഇപ്പോൾ 23 6² മൈനസ് 23 6y dy by dx ഇസ് ഈക്വൽ ടു എന്ത് വരും? 0. അപ്പോൾ മൈനസ് 6y dy by dx ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇട്ടുകൊണ്ട് 6x² അപ്പുറം പോകുമ്പോൾ മൈനസ് 6x². മൈനസ് മൈനസ് ക്യാൻസൽ, 6 6 ക്യാൻസൽ. അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും? dy by dx ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് x² ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ താഴെ y ഉണ്ട്. അപ്പോൾ x² by y ആണ് dy by dx നമുക്ക് കിട്ടുക. ഓക്കെ. അപ്പോൾ dy by dx ആയി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? d²y by dx² ആണ്. അപ്പോൾ ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x² by y-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അവിടെ എന്ത് റൂൾ ഉപയോഗിക്കണം? കോഷ്യൻ റൂൾ ഉപയോഗിക്കണം അല്ലേ. x² ഫംഗ്ഷൻ വൈയും ഫംഗ്ഷൻ. കോഷ്യൻ റൂൾ. ഡിനോമിനേറ്റർ ഇൻറ്റു y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ x² ഡെറിവേറ്റീവ് 2x മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ y ആണ്. വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? dy by dx ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ ആരാ? y ആണ്. അപ്പോൾ വൈയുടെ സ്ക്വയർ വരും അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2xy മൈനസ് x² ഇൻറ്റു dy by dx ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുക. dy by dx ആരാ? x² by y ആണ് അല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x² by y ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? y². സോ സോൾവ് ചെയ്യുമ്പോൾ എന്താണ് വരിക? ദിസ് ഈസ് ഈക്വൽ ടു 2xy മൈനസ് x⁴ വരും അല്ലേ. x² x⁴ ബൈ y ഹോൾ ബൈ y ഉണ്ട്. ഇവിടെ ഒരു ബൈ 1 കൊടുത്ത് ക്രോസ് ചെയ്യാം. അപ്പോൾ എന്താണ് വരിക? 2xy² മൈനസ് x⁴ ബൈ y ഉണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ ഒരു y² ഉണ്ട് അല്ലേ. ഹോൾ ഡിവൈഡഡ് ബൈ y² ഉണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ a by b
ഹോൾ ബൈ സി ആണെങ്കിൽ അത് എ ബൈ ബി സി ആയിട്ട് മാറും എന്നറിയാം. അപ്പോൾ ഈ ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. വൈ സ്ക്വയറും വൈയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ ക്യൂബ് വരും അല്ലേ. ഇപ്പോൾ 2x(y²) മൈനസ് എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ വൈ ക്യൂബ് ആണ് ആൻസർ വരിക. ശരിയല്ലേ. 2x(y²) മൈനസ് എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ വൈ ക്യൂബ് വരും ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടെ. നല്ല ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. സോ ഇതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് നമ്മുടെ 9 മാർക്ക് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, പാർട്ട് ബിയിൽ. ഓക്കെ, അപ്പോൾ ഇത് ഷോ ദാറ്റ് ദ പോയിന്റ് 24 ലൈസ് ഓൺ ദ കർവ് x³ പ്ലസ് y³ മൈനസ് 9xy ഈസ് ഈക്വൽ ടു 0. അപ്പം അതൊരു പാർട്ട് എ ആയിട്ട് ചോദിക്കാം. അപ്പോൾ അതിന് 3 മാർക്ക് തന്നുകൊണ്ട് ദെൻ ഫൈൻഡ് ദ ടാൻജൻറ്റ് ആൻഡ് നോർമൽ കർവ്. ഓക്കെ, അപ്പോൾ അത് രണ്ടിനും കൂടെ എന്താണ് നമുക്കൊരു 6 മാർക്കും വെച്ചിട്ട് 6 3 9 മാർക്കിന് പാർട്ട് ബിയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രഡിക്റ്റബിൾ ലിസ്റ്റിൽ വരുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ പ്രത്യേകം നന്നായിട്ട് എഴുതി പഠിക്കുക. കാരണം തോമസ് കാൽക്കുലസ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു സോൾഡ് എക്സാമ്പിൾ കൂടിയാണിത്. സോൾഡ് എക്സാമ്പിളൊക്കെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നോക്കാം. ഷോ ദാറ്റ് ദ പോയിന്റ് 24 ലൈസ് ഓൺ ദ കർവ്. ഒരു പോയിന്റ് തന്നിട്ട് അത് ആ കർവിലെ പോയിന്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓൾവേസ് റിമെമ്പർ ദാറ്റ് എ പോയിന്റ് സാറ്റിസ്ഫൈസ് ദ കർവ് ഇഫ് ദാറ്റ് പോയിന്റ് ലൈസ് ഓൺ ദ കർവ്. ഒരു പോയിന്റ് ഒരു കർവിലാണെങ്കിൽ ആ പോയിന്റ് ആ കർവിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് സാറ്റിസ്ഫൈസ് ചെയ്യുന്നു ഇൻ ദ സെൻസ് എക്സിന് പകരം ആ എക്സ് കോർഡിനേറ്റും വൈക്ക് പകരം വൈ കോർഡിനേറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷന്റെ LHS ചെയ്ത് RHSലേക്ക് എത്തണം. അതാണ് സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് ഇവിടെ എക്സിന് പകരം ഞാനിവിടെ എക്സ് കോർഡിനേറ്റ് ആയിട്ടുള്ള 2ഉം വൈക്ക് പകരം വൈ കോർഡിനേറ്റ് ആയിട്ടുള്ള 4ഉം കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടേണ്ട റൈറ്റ് ഹാൻഡ് സൈഡ് ഇവിടെ 0 ആണ്. അപ്പോൾ 0 തന്നെ കിട്ടണം. ഓക്കെ, അങ്ങനെ കിട്ടിയാൽ നമുക്ക് പറയാം ദിസ് പോയിന്റ് ലൈസ് ഓൺ ദിസ് കർവ് എന്ന് പറയാം. ശരിയാണല്ലോ. സോ അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2, വൈ ഇസ് ഈക്വൽ ടു 4 കൊടുക്കുക. അപ്പോൾ ഇവിടേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ആയിട്ടുള്ള 0 നമുക്ക് കിട്ടണം അല്ലേ. എക്സിന് പകരം 2 കൊടുക്കുമ്പോൾ എന്താണ് വരിക? 2³ വൈക്ക് പകരം 4 കൊടുക്കുക 4³ മൈനസ് 9 ഇൻറ്റു XY. എക്സിന് പകരം 2 വൈക്ക് പകരം എന്താണ് 4. 2³ എന്ന് പറഞ്ഞാൽ 8, 4³ എന്ന് പറഞ്ഞാൽ 64, 24 8 98 72. ശരിയാണല്ലോ. 64 8ഉം കൂട്ടി 72 ആണ്, മൈനസ് 72. 72 മൈനസ് 72 എത്രയാണ്? 0. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ട്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? 24 is a point lies on the curve. lies on the curve ഏത് കർവിലുള്ള പോയിന്റ് ആണ്? x³ പ്ലസ് y³ മൈനസ് 9xy is equal to 0 അല്ലെ. x³ പ്ലസ് y³ മൈനസ് 9xy is equal to 0 എന്ന് പറയുന്ന കർവിൽ ലൈ ചെയ്യുന്ന പോയിന്റ് ആണ് ആര്? 2,4. അപ്പോൾ അത് ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത നമുക്ക് എന്ത് വേണം? ഇക്വേഷൻ ഓഫ് ടാൻജന്റ് വേണം, ഇക്വേഷൻ ഓഫ് നോർമൽ വേണം. ഇപ്പോൾ ടാൻജന്റിന്റെ ഇക്വേഷൻ വേണമെങ്കിലും നോർമലിന്റെ ഇക്വേഷൻ വേണമെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഉണ്ടാവണം. ശരിയല്ലേ. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ dy/dx. അപ്പോൾ അത് ഈ ഇക്വേഷൻ എഴുതി വെക്കുക. ഇംപ്ലിസിറ്റ് ആണല്ലോ. x³ പ്ലസ് y³ മൈനസ് 9xy is equal to 0. x³ പ്ലസ് y³ മൈനസ് 9xy is equal to 0. എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണേ. ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എന്തെടുക്കുക? എക്സ് എടുക്കുക. x³ ഡെറിവേറ്റീവ് 3x², y³ ഡെറിവേറ്റീവ് 3y² ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx മൈനസ് 9 ഇൻറ്റു എക്സ് ഫംഗ്ഷൻ വൈ ഫംഗ്ഷൻ പ്രോഡക്റ്റ് റൂൾ ആണ്. എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx പ്ലസ് സെക്കൻഡ് y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 0. സോ അപ്പോൾ എന്താണ് വരിക എന്ന് പറഞ്ഞേ? 3x² പ്ലസ് 3y² dy/dx മൈനസ് 9 ഉള്ളിലേക്ക് വരും, മൈനസ് 9x ഇൻറ്റു dy/dx മൈനസ് 9y എന്ന് വരും. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? 0. സോ 3y² dy/dx മൈനസ് 9x ഇൻറ്റു dy/dx ഈ രണ്ടുപേരെ ലെഫ്റ്റ് സൈഡിൽ നിർത്തിക്കൊണ്ട് ബാക്കി മൈനസ് 9y അപ്പുറം പോയാൽ പ്ലസ് 9y ആവും, പ്ലസ് 3x² അപ്പുറം പോയാൽ മൈനസ് 3x² ആവും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് dy/dx ഔട്ട് സൈഡ് എടുക്കാമല്ലോ. dy/dx ഇൻറ്റു 3y² മൈനസ് 9x എന്ന് വരും. ശരിയാണേ. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 9y മൈനസ് 3x².
ദെർഫോർ ഫൈനലി നമുക്ക് എന്ത് കിട്ടി? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 9y മൈനസ് 3x സ്ക്വയർ ഡിവൈഡഡ് ബൈ 3y സ്ക്വയർ മൈനസ് 9x എന്ന് കിട്ടി. ശരിയാണല്ലോ? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 9y മൈനസ് 3x സ്ക്വയർ ഡിവൈഡഡ് ബൈ 3y സ്ക്വയർ മൈനസ് 9x എന്ന് കിട്ടി. ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിലേക്ക് കൊടുക്കുക അല്ലേ? സോ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സിന് പകരം 2 കൊടുക്കണം, വൈക്ക് പകരം 4 കൊടുക്കണം. ശരിയാണല്ലോ? സോ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സിന് പകരം എക്സ് കോർഡിനേറ്റ് 2 കൊടുക്കുക, വൈക്ക് പകരം വൈ കോർഡിനേറ്റ് 4 കൊടുക്കുക. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു കൊടുത്ത് പറഞ്ഞേ 9 ഇൻറ്റു വൈക്ക് പകരം എന്ത് കൊടുക്കുക? 9 ഇൻറ്റു വൈക്ക് പകരം 4 കൊടുക്കുക മൈനസ് 3x സ്ക്വയർ ആണ് അല്ലേ? 3 ഇൻറ്റു എക്സിന് പകരം 2 ആണ്, അപ്പോൾ 3 ഇൻറ്റു 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3y സ്ക്വയർ ആണ്, 3y സ്ക്വയർ. അപ്പോൾ 3 ഇൻറ്റു വൈക്ക് പകരം 4 കൊടുക്കുക, അപ്പോൾ 3 ഇൻറ്റു 4 സ്ക്വയർ മൈനസ് 9x ആണ്, അപ്പോൾ 9 ഇൻറ്റു എക്സിന് പകരം എന്ത് ചെയ്യുക? 2 കൊടുക്കുക. സോ 9 4 36 മൈനസ് 2ൻ്റെ സ്ക്വയർ 4 ആണ്, 3 4 12 ഡിവൈഡഡ് ബൈ 4ൻ്റെ സ്ക്വയർ 16 ആണ്, 3 ഗുണം 16 48 മൈനസ് 2 ഗുണം 9 18 ഈക്വൽ ടു 3 1 കുറച്ചാൽ 2, 4 2 കുറച്ചാൽ 6 2 കുറച്ചാൽ 4, 48 18 കുറച്ചാൽ 8 8 കുറച്ചാൽ 0, 4 1 കുറച്ചാൽ 3, അപ്പോൾ 24/30 കിട്ടും. ശരിയല്ലേ? 24ൻ്റെ പകുതി 12, 30ൻ്റെ പകുതി 15. വീണ്ടും വെട്ടാലോ? 3 കൊണ്ട് വെട്ടാം. 3 4 12, 3 5 15. ശരിയാണോ? 3 4 12, 3 5 15. 4/5 ആണോ? 4/5 4/5 ആണ് അല്ലേ? കട്ട് ചെയ്യുന്നതൊക്കെ കറക്റ്റ് അല്ലേടോ? ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. അല്ല 24 30 വേണേൽ 6 കൊണ്ട് വെട്ടാലോ? 6 4 24, 5 6 30. അപ്പോഴും 4/5 ആണ്, സെറ്റാണ്, കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്ലോപ്പ് കിട്ടി അല്ലേ? ദെർഫോർ സ്ലോപ്പ് എം ഇസ് ഈക്വൽ ടു എന്താണ്? 4/5 കിട്ടി. സ്ലോപ്പ് നമുക്ക് കിട്ടി 4/5. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ലോപ്പ് നമ്മുടെ കയ്യിലുണ്ട്, പോയിന്റും നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ചുകൊണ്ട് ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ് കേട്ടോ. നമുക്ക് നോർമൽ വേറെ ചോദിക്കുന്നുണ്ടേ, അത് 2 സെപ്പറേറ്റ് അങ്ങ് എഴുതി വെക്കാം. ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ് 4/5. സ്ലോപ്പ് ഓഫ് നോർമലും കൂടെ എഴുതി വെക്കുന്നുണ്ട്, കാരണം നോർമലിന്റെ ഇക്വേഷൻ അവർ വേറെ ചോദിക്കുന്നുണ്ട്. സ്ലോപ്പ് ഓഫ് നോർമൽ എന്തായിരിക്കും? നോർമലിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഓൾറെഡി ടാൻജൻസ് ആൻഡ് നോർമൽസിൽ ഞാൻ പറഞ്ഞു, ടാൻജന്റിന്റെ സ്ലോപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ് നോർമലിന്റെ സ്ലോപ്പ്. പ്രത്യേകിച്ചൊന്നുമില്ല, ടാൻജന്റിന്റെ സ്ലോപ്പ് തിരിച്ചിടുക, എന്നിട്ടൊരു നെഗറ്റീവ് സൈനും കൂടെ കൊടുക്കുക. ടാൻജന്റിന്റെ സ്ലോപ്പ് 4/5 ആണ്, അത് തിരിച്ചിടുമ്പോൾ 5/4, എന്നിട്ടൊരു നെഗറ്റീവ് സൈനും കൂടെ കൊടുത്താൽ മതി. ഇപ്പൊ -5/4 ആണ് നോർമലിന്റെ സ്ലോപ്പ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കുന്നു? ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കുകയാണേ. ഇക്വേഷൻ ഓഫ് ടാൻജന്റ്, ടാൻജന്റ് ഇക്വേഷൻ y മൈനസ് y നോട്ട് ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഓക്കെ, സോ y മൈനസ് y നോട്ട് എന്ന് പറഞ്ഞാൽ 0.24 അല്ലായിരുന്നോടോ? 0.24 അല്ലേ? 24 ആണ്. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 2, y നോട്ട് എന്ന് പറഞ്ഞാൽ 4. ശരിയാണല്ലോ? അപ്പോൾ y മൈനസ് y നോട്ട് 4, m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് 4/5 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 2 അല്ലേ? നമ്മുടെ എക്സ് നോട്ട് y നോട്ട് പോയിന്റ് എന്ന് പറയുന്നത് 24 ആയിരുന്നു. ശരിയല്ലേ? 24 അല്ലായിരുന്നു പോയിന്റ്. സോ ഈ 5 ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണേ. 5 ഇൻറ്റു y മൈനസ് 4 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് വരും. ശരിയല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്താണ് വരിക? 5y മൈനസ് i4 20 ഇസ് ഈക്വൽ ടു 4x മൈനസ് 24 8. ഓക്കെ, അപ്പോൾ 4x റൈറ്റ് സൈഡിലുണ്ട്, -5y ആയിട്ട് ഞാൻ ഇപ്പുറം എടുക്കുകയാണ്. 5yനെ ഓൾറെഡി -8 ഇവിടെ ഉണ്ട്, -20 ഇപ്പുറം വരുമ്പോൾ +20 ഈസ് ഈക്വൽ ടു 0. സോ അതായത് 4x മൈനസ് 5y പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0 ആണ് എന്ത്? ഇക്വേഷൻ ഓഫ് ടാൻജന്റ്. 4x മൈനസ് 5y പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0 ആണ് ടാൻജന്റിന്റെ ഇക്വേഷൻ. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കാം? ഇക്വേഷൻ ഓഫ് നോർമൽ കണ്ടുപിടിക്കണം അല്ലേ? ഇക്വേഷൻ ഓഫ് നോർമൽ. നോർമലിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? y മൈനസ് y നോട്ട് എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് നമുക്ക് 4 ആണ്, വ്യത്യാസമൊന്നുമില്ല. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് നോർമലിന്റെ സ്ലോപ്പ് -5/4 ആണ് അല്ലേ? -5/4 ഇൻറ്റു
എക്സ് മൈനസ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? ഇത് സോൾവ് ചെയ്തെടുത്താൽ എന്തായി? നോർമൽ ഇക്വേഷൻ ആയി. 4 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 4y മൈനസ് 16 ഇസ് ഈക്വൽ ടു -5 ഉള്ളിലേക്ക് കയറിയാൽ -5x പ്ലസ് 10 എന്ന് വരും. 5x ഇപ്പുറത്തേക്ക് വരും, പ്ലസ് 4y മൈനസ് 16 പ്ലസ് 10 ഇപ്പുറം വരുമ്പോൾ -10 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 5x പ്ലസ് 4y മൈനസ് 26 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് എന്ത്? നോർമലിൻ്റെ ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ടാൻജന്റ് നോർമൽ കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതായത് വേണ്ട ഇതുപോലെ y ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് കർവെങ്കിൽ x0 y0 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് ആണിത്. x0 y0 അതിനെ നമ്മൾ പോയിന്റ് ഓഫ് ടാൻജൻസി എന്നൊക്കെ വിളിക്കും. ഓക്കെ, അതേ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനെയാണ് നോർമൽ എന്നുള്ള പേരിട്ട് വിളിക്കുക. ദിസ് ലൈൻ ഈസ് കോൾഡ് ടാൻജന്റ് ആൻഡ് ദിസ് ലൈൻ ഈസ് കോൾഡ് നോർമൽ. ടാൻജന്റിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ടാൻജന്റിന്റെ സ്ലോപ്പ് m ആണെങ്കിൽ നോർമലിന്റെ സ്ലോപ്പ് -1/m ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? ടാൻജന്റിന്റെ സ്ലോപ്പ് തിരിച്ചിട്ടിട്ട് ഒരു മൈനസ് കൊടുക്കുക, ശരിയാണല്ലോ? നെഗറ്റീവ് റെസിപ്രോക്കൽ ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് കോൾഡ് സ്ലോപ്പ് ഓഫ് ദ നോർമൽ. ഇപ്പൊ ടാൻജന്റിന്റെ ഇക്വേഷൻ എന്താണ് വരിക? y മൈനസ് y0 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x0. ഇതാണ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അല്ലെ? ടാൻജന്റിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. ഇക്വേഷൻ ഓഫ് നോർമൽ ആണെങ്കിലോ? ഇക്വേഷൻ ഓഫ് നോർമൽ ആണെങ്കിൽ സ്ലോപ്പ് മാത്രമേ മാറത്തുള്ളൂ, പാസ് ചെയ്യുന്ന പോയിന്റ് ഒന്നും വ്യത്യാസമില്ല. y മൈനസ് y0 ഇസ് ഈക്വൽ ടു -1/m ഇൻറ്റു എക്സ് മൈനസ് x0. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. യെസ്, ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.